ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്നിവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത കാര്യങ്ങളൊക്കെ കാണിക്കണം കേട്ടോ. നമ്മളെ റൂമുകളൊക്കെ, നമ്മളെ വീടിൻ്റെ റൂമുകളൊക്കെ രാവിലെ നിസ്കരിച്ചിട്ടോ. രാവിലെ വെച്ച് സുബഹിയൊക്കെ നിസ്കരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചായൻ്റെ കടിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഇന്ന് ചെയ്ത കാര്യങ്ങളാട്ടോ. നമ്മളെ റൂമുകളും നമ്മളെ വീടും ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ബെഡ്റൂമുകളും താഴത്തെ ഭാഗം മുകൾക്കൊന്നും കയറിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഗെയ്സ്, ഞാനിവിടെ ചിക്കൻ കൊണ്ടൊരു കറി ഉണ്ടാക്കി, ചിക്കൻ പൊരിച്ചത് ഉണ്ടാക്കിട്ടോ. വെള്ളം വറ്റിച്ച് പൊരിച്ചതാണ്. ഇനി പൊറാട്ടയും കൊണ്ടുവച്ചു. ഇന്ന് ദോശ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ വന്നപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഗെയ്സ്, ചിക്കനെ മഞ്ഞളും ഉപ്പും അരവുകളൊക്കെ ചേർത്ത് വെള്ളം വരിച്ചിട്ട് പൊരിച്ചാട്ടോ. വല്ലാതെ എണ്ണയിൽ മുക്കിയെടുത്തതല്ല, പാകത്തെ വെണ്ണയുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാട്ടോ. ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. ചിക്കൻ വെള്ളം വരിച്ച് പൊരിക്കട്ടോ. നല്ല ടേസ്റ്റാണ്, അധികം എണ്ണ ഉണ്ടാവില്ല. അങ്ങനെ ഗെയ്സ്, പൊറാട്ട ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കി, ചിക്കൻ കൊണ്ട് കറിയും ചിക്കൻ പൊരിച്ചതും ഉണ്ടാക്കിട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെ ഉണ്ടാക്കി. കട്ടൻ ചായ ഉണ്ടാക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അങ്ങനെ ഗെയ്സ്, നമുക്ക് പൊറാട്ടയൊക്കെ, ഞാൻ രാവിലെ തന്നെ പൊറാട്ട അങ്ങനെ കഴിക്കാറില്ല. ഇന്ന് പൊറാട്ട കണ്ടപ്പോഴേ, ചൂടുള്ള പൊറാട്ട കണ്ടപ്പോൾ ഒന്ന് കഴിച്ച് നോക്കിയത് കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഒന്നും ആവാം, ദിവസമൊന്നും പൊറാട്ട കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ ദോശനോടൊന്നും ഇഷ്ടമല്ല. പൊറാട്ട ഉണ്ടാ പിന്നെ ദോശയൊക്കെ ഒഴിവാക്കി. അതൊക്കെ എപ്പോഴും കിട്ടുന്ന സാധനമല്ലേ ദോശ. അപ്പോൾ പൊറാട്ട കണ്ടപ്പോൾ അത് കഴിച്ച്. അങ്ങനെ ഗെയ്സ്, ചായയൊക്കെ കുടിച്ചേ. ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഇതിലേക്ക് കിടക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ ഗെയ്സ്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലത്തെ റൂമുകളൊക്കെ ഒന്ന് കാണട്ടോ. ഇത് പൂമുഖാട്ടോ, സിറ്റിംഗ് റൂം, ആൾക്കാർ വന്നിരിക്കാനൊക്കെ. ഇത് 35 വർഷം മുന്നല്ല വീടാട്ടോ. അന്ന് ഇവിടെ വാർപ്പിൻ്റെ പെരാളൊന്നും ആർക്കും ഇല്ല. ഞങ്ങളിവിടെ വന്നു. ഇത് കുറച്ച് ഉള്ളോട്ടാണ് ഞങ്ങളെ വീട്. ഞങ്ങളെ വീട് മാത്രമുള്ളൊരു വാർപ്പിൻ്റെ പെരുള്ളത്. അന്നത്തെ മോഡൽ വീടാണ്. എന്നാലും അത്യാവശ്യം 4 ബെഡ്റൂം ഈ വീടിൻ്റെ അടിഭാഗത്തുണ്ട് കേട്ടോ. മുകളിലുണ്ട് 4 ബെഡ്റൂം. ഇഷ്ടം പോലെ സ്ഥലം, എല്ലാവരും വന്ന് അടച്ചുകൂട്ടി കിടക്കാനൊക്കെ സ്ഥലം ഇഷ്ടംമാരുണ്ട്. ഹാളൊന്നും അത്ര വലിപ്പമല്ല കേട്ടോ. ബെഡ്റൂമുകൾ കുറേ ഉണ്ട്. ഇത് സ്ലൈഡാട്ടോ, കുട്ടിയൊക്കെ കളിക്കാൻ വേണ്ടി വാങ്ങിയ സ്ലൈഡാണ്. അവരിതിമ്മ കളിക്കാറുണ്ട് ഉതിർന്നുങ്ങാണ്ട്. ഇതൊരു അക്വേറിയാണ്. ഇതിലെ മീനുകളൊക്കെ ഞങ്ങളെ വീട് പൂട്ടിപ്പോയപ്പോഴേ കുറച്ച് ദിവസം വിരുന്ന് പോയപ്പോൾ മീനൊക്കെ ചത്തു. ഒരു ഗോൾഡ് ഫിഷ് മാത്രമേ ഉള്ളൂ ഇങ്ങയിൽ. അങ്ങനെയൊക്കെ ഇത് അടുക്കള കേട്ടോ. അടുക്കളൻ്റെ വീതനെയാണ്. പുകയില്ലാത്ത അടുപ്പുണ്ട്, പക്ഷേ പുകയില്ലാത്ത അടുപ്പിലൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഗ്യാസുമ്മ തന്നെ വെക്കാറ്. ഇതൊക്കെ പണ്ടില്ല ഇതാട്ടോ. അൽമാറകൾ ഉണ്ടാക്കിക്കണതിൽ അല്ലേ. ഇതിൽ സ്റ്റോർ റൂമില്ല. അപ്പോൾ അതിന് പകരം ചുമരുമ്പോൾ നിറച്ച അൽമാറകളാണ്. സാധനങ്ങളൊക്കെ അതിൽ വെക്കാം. അൽമാറ വെച്ചുകൊണ്ട് റൂമിൻ്റെ സ്ഥലം മൊത്തം പോയിട്ടോ. പണ്ടത്തെ പ്ലാനല്ലേ. ഉള്ളിലേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ സ്ഥലം ഉണ്ടായിരുന്നു. ഇത് പുറത്തേക്കല്ല ഇത് വർക്ക് ഏരിയ. ഇതൊക്കെ ചെറുതാട്ടോ. വർക്ക് ഏരിയ ഒക്കെ ചെറുതാണ്. റൂമുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ വീട്ടിൽ. ഇത് കാർ ഷെഡാണ്. ഇത് പിന്നെ ഉണ്ടാക്കിയ കാർ ഷെഡാണ് കേട്ടോ. അങ്ങനെ ഒരു പഴയ മട്ടത്തിലുള്ള വീടാണെങ്കിൽ നല്ല സൗകര്യമുള്ള വീടാട്ടോ. റൂമുകളൊക്കെ കുറേ ഉണ്ട്. മോഡലിങ്ങൊന്നും ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാം, അതിനൊക്കെ സ്ഥലമുണ്ട് കാർ ഷെഡിൽ. അങ്ങനെ ഗെയ്സ്, നമുക്കിനി റൂമുകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇത് ഡൈനിങ് ഹാള്. നമുക്ക് എല്ലാ റൂമുകളൊന്ന് കണ്ടാലോ.
അങ്ങനെ ഗെയ്സ് നമ്മുടെ ഡൈനിങ് ഹാളാട്ടോ. ഇതത്ര വലിയ സ്പേസൊന്നുമില്ല, ചെറിയ സ്പേസുള്ളൂ. ഡെസ്ക് ഇടാനും ഒരു സെറ്റ് ഇടാനൊക്കെ ഉള്ളു വലിപ്പട്ടോ. പക്ഷേ റൂമുകൾ കുറേ ഉണ്ടാവുകൊണ്ട് ഡൈനിങ് ഹാൾ വലിയ വലിപ്പമല്ല. ഇതൊക്കെ പണ്ടത്തെ മോഡൽ വാതിലുകളും കേട്ടോ. ഇതൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമും അത്ര വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ മുകളിലത്തെ ബെഡ്റൂമുകളൊക്കെ നല്ല വലിപ്പമുണ്ട്. അത് ഞാൻ അപ്പോൾ ഇതിലെടുത്തിട്ടില്ല, മുകൾക്ക് കയറി പോരാൻ എനിക്ക് വയ്യാത്തതുകൊണ്ടേ താഴത്തെ എടുത്തിട്ടുള്ളൂ. ഇതൊരു ബെഡ്റൂമാണ്. ഇതിലൊരു ബാത്റൂമുണ്ട്. പഴയ മോഡലാണ്, കാണാനൊന്നും ഇപ്പോഴത്തെ സമയത്ത് മോഡലിങ്ങൊന്നും ഉണ്ടാവില്ല. പക്ഷെ നല്ല സൗകര്യം കേട്ടോ കിടക്കാൻ. 4 ആൾ വന്നാലും 4 റൂമിൽ അടച്ചുകൂട്ടി കിടക്കാം. റൂമുകൾ കുറേ ഉണ്ട്, അതപ്പോൾ ഒരു സൗകര്യമില്ലേ. ഇതൊക്കെ പഴയ ബാത്റൂമുകളാണ്. നിലമൊക്കെ ഞങ്ങളൊന്ന് മാറ്റിയതാണ്. എന്നാൽ ഗെയ്സ് നമുക്കേ വീഡിയോയിലേക്ക് പോയാലോ? ബാക്കിയുള്ള റൂമുകളോടെയും കാണാം കേട്ടോ. അങ്ങനെ ഗേസ് ഞങ്ങളെ കിളിക്കൂട കേട്ടോ, ലവ് ബേഡ്സിൻ്റെ കൂടാണ്. 2 ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വിരുന്ന് പോയി വന്നപ്പോൾ തന്നെ കുറുക്കന്മാരൊക്കെ വന്നങ്ങാണ്ട് ആ ചുമരിൻ്റെ അവിടെ വെച്ചിന്. ഒന്നിനെയൊക്കെ മാന്തി ഒന്നിനെ കൊന്നിട്ട് പോകണം. ഇനി ഒന്നെ ഉള്ളത് ഒറ്റ കാണപ്പെട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ ആകെ ഓടുകയാണ് പേടിച്ചിട്ട്. അതിന് തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് കുഴപ്പമൊന്നുമില്ല. ഒന്നുള്ളൂ, ഇനി ഒന്നിൻ്റെയും വാങ്ങണം. അതിന് രണല്ല, അതങ്ങനെ ഒറ്റയ്ക്ക് അതിൻ്റെ ഉള്ളിലിരുന്ന് ആ കൂടിൻ്റെ ഉള്ളിലേക്ക് പോകും. പാവം തോന്നും കണ്ടായിട്ടോ. അങ്ങനെ ഗേയ്സ് നമ്മൾ ലവ് ബേഡ്സിനെയും കണ്ടു. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ?